ശ്രീ കെ പി റഹ്മത്തുള്ള നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ പി റഹ്മത്തുള്ള, രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് യാതൊരു അരക്ഷിതാവസ്ഥയുമില്ല, അവരൊക്കെ വളരെ സേഫായി ആണ് രാജ്യത്ത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം, സമസ്തയുമായി ബന്ധപ്പെട്ട് ഒരു ഐക്യത്തിൻ്റെയൊക്കെ കാഹളം മുഴങ്ങുകയും ചർച്ചകൾ ആരംഭിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കുന്ന ഒരാളെന്ന നിലയിൽ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവന വരുന്നത്. ഇത് എല്ലാ മുസ്ലിം സംഘടനകളുടെയും നിലപാടിനോട് ഒരു വൈരുദ്ധ്യമുള്ള ഒരു പ്രസ്താവന കൂടിയല്ലേ? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു മതസംഘടനയുടെ നേതാവാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ രാഷ്ട്രീയ സംഘടനയുടെയോ നേതാവല്ല. ആ നിലയിൽ തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹം കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും ഭരിക്കുന്നവരിൽ നിന്ന് സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരുമായി നേരിട്ട് ചർച്ച നടത്തുകയും സമുദായവും സംഘടനയും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി പരിഹാരം തേടുന്ന രീതിയാണ് AP അബൂബക്കർ മുസ്ലിയാർ ഇത്രയും കാലം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഗുജറാത്തിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും UP-യിലാണെങ്കിലും ഒക്കെ നേരിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയുടെ നേതാവ് കൂടിയാണ് AP അബൂബക്കർ മുസ്ലിയാർ. ആ നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയുമായും ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും നേരിട്ട് അവരുടെ ആവശ്യങ്ങൾ അവരോട് ചോദിക്കുകയും അതൊക്കെ നേടിയെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അസാമാന്യമായ മെയ്വഴക്കം കാണിക്കുന്ന ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം. അതിനും പുറമെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ നേതാവ് എന്നതിലപ്പുറം ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദവി കൂടി അലങ്കരിക്കുന്ന ഒരു മാന്യദേഹമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ അഭിപ്രായം നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെയും മറ്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലുള്ളവരെയും ഒക്കെ ധരിപ്പിക്കാൻ നിരന്തരം സന്ദർശനങ്ങൾ നടത്താറുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വന്ന് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഇല്ല എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ കാണുന്നില്ല എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും BJP ഗവൺമെന്റും നരേന്ദ്രമോദി സർക്കാരിന്റെയും പല നിലപാടുകളോടും പല നീക്കങ്ങളോടും വളരെയേറെ ആശങ്കയും പ്രതിഷേധവുമുണ്ട് എന്നത് സത്യമാണ്. പൗരത്വ രജിസ്റ്റർ ആണെങ്കിലും മറ്റ് നിയമപരത്തിൽ പാർലമെന്റിൽ പാസാക്കുന്ന മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലുമാണെങ്കിലുമൊക്കെ മറ്റ് മുസ്ലിം സംഘടനകൾക്ക് വളരെ ശക്തമായ വിയോജിപ്പുള്ള ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരരക്ഷിതാവസ്ഥയും ഈ കേന്ദ്ര ഭരിക്കുന്ന ഗവൺമെന്റിലില്ല എന്ന് അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. ജയിലുകളിൽ, നിയമങ്ങളിൽ, അതുപോലെ ബുൾഡോസർ രാജ് എന്ന് തുടങ്ങി മുസ്ലിം സമൂഹം കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ എന്നത് തന്നെയാണ് സത്യം. അത് മറ്റൊരർത്ഥത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെയാണോ AP അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന ആശങ്ക മുസ്ലിം സംഘടനകൾക്കും ഇവിടെ കാര്യങ്ങളെ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കുമൊക്കെ ഉണ്ട് എന്നതാണ് സത്യം. നേരത്തെ പറഞ്ഞ റഹ്മത്തുള്ള, ഇവിടെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ഐക്യത്തിന്റെ ചില ചർച്ചകൾ അതിന്റെ ഒരു പ്രാരംഭഘട്ടമൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ സമസ്തയുടെ ചില നേതാക്കന്മാരെയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഒരു ഐക്യത്തിൻ്റെ ഒരു സമയമല്ലേ, ഞങ്ങളിതിൽ പ്രതികരിക്കുന്നില്ല, ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്, പക്ഷേ പരസ്യമായി ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പരസ്യമായി സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അസ്വസ്ഥതയുണ്ട് ഈ പ്രസ്താവന എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയല്ലേ അത്? AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ പിന്തുണച്ച് ഇന്ത്യയിലെയോ കേരളത്തിലെയോ മറ്റൊരു മുസ്ലിം സംഘടനയും രംഗത്ത് വന്നിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് സമുദായത്തിലെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് വളരെ തീർച്ചയാണ്. എന്നാൽ സമസ്തയിലെ സുന്നികളുടെ ഐക്യം എന്ന മൗലിക പ്രധാനമായ ഒരു വിഷയം മുന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് മറ്റ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ശരിയായ ദിശയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി AP ഉസ്താദ് അഭിപ്രായം തിരുത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ വരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, നമ്മൾ ഈ സമസ്ത ഐക്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം. ഞാനിപ്പോൾ സമസ്തയുടെ നേതാക്കന്മാരുമായൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കും ഈ പറഞ്ഞ പ്രസ്താവനയിൽ അതായത് കാന്തപുരത്തോട് യോജിക്കുന്ന രീതിയല്ല. ഏതെങ്കിലും തരത്തിൽ കാന്തപുരം ഇങ്ങനെ നിലപാടെടുക്കുന്ന
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.